ഒന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കിലോമീറ്ററും വളരെ അട്രാക്റ്റീവാണ്, ലോ കിലോമീറ്റർ ആണ് ഫോർച്യൂണറിനെ സംബന്ധിച്ച്. കൂടാതെ കമ്പനിയിൽ നിന്ന് ഒരു 3,70,000 രൂപേൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് കമ്പനി തന്നെ ചെയ്താണ്. ഇത് 2022 ലാസ്റ്റ് വണ്ടിയാണ്, ഡിസംബർ ഫാൻസി നമ്പറാണ്. ഓക്കെ, 10,000 കിലോമീറ്റർ ഓടിയുള്ളൂ, ലോ കിലോമീറ്റർ ആണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ സ്ക്രാച്ചോ ആക്സിഡന്റോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ലാത്തൊരു സെഡ് ഓട്ടോമാറ്റിക് തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഒറിജിനൽ കേരള വണ്ടി, 65,000 കിലോമീറ്റർ മാത്രം. ഇതൊക്കെ ആദ്യമായിട്ടാണ് വീഡിയോ കേൾക്കുന്നത്, അതിൻ്റെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ, എല്ലാ മലയാളികൾക്കും ആശംസകൾ. 69ാമത് കേരളപ്പിറവിയാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക. നമ്മളിന്ന് പുതിയൊരു ഡീലറിനെയാണ് ഈ ഒരു ദിവസത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. ഒരുപാട് വർഷം, അതായത് ഒരു 10-38 വർഷക്കാലമായി ഏകദേശം ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ഡീലറാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. വേറെ ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നല്ല അടിപൊളി വാഹനങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. എന്താ പേരെന്താ? അസീസ് ടി കെ സി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് 38 വർഷമായില്ലേ ഈ ഫീൽഡിൽ? 38 വർഷമായി. ഓക്കെ, ഷോറൂമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഷോറൂമായിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നരിക്കുനിയാണ് അല്ലേ? നരിക്കുനി. ഏത് ടൈപ്പ് വണ്ടികളാണ് ഡീൽ ചെയ്യുന്നത്? അത്യാവശ്യം ലോ കിലോമീറ്ററുള്ള എല്ലാ വണ്ടി എടുക്കലുണ്ട്. പ്രീമിയം വണ്ടിയായിരുന്നു എടുക്കല്, ചെറിയ വണ്ടി വന്നാലും എടുക്കലുണ്ട്. ലോ കിലോമീറ്ററിലുള്ള ചെറുത് വണ്ടി എടുക്കലുണ്ട്. എടുക്കലുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് ക്ലെയിം ഉള്ള വണ്ടികളൊന്നും എടുക്കലില്ല. ഒന്നുമില്ല, കേരള വണ്ടി നല്ല വണ്ടികൾ മാത്രം. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ തന്നെ ഇവോക്ക് ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്, മാഗ്നൈറ്റ് ഉണ്ട്, സോണറ്റ്, കുറച്ച് വണ്ടികളല്ലേ ഇവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ബാക്കി കാര്യങ്ങൾ, വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും ഉറപ്പിച്ച് തന്നെ കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ചെക്കിംഗ് വാറണ്ടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? വണ്ടി കൊണ്ടുപോയിട്ട് ഇത്ര ചെക്ക് ചെയ്യാം, ഫുള്ള് ചെക്ക് ചെയ്യാം, കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. വണ്ടി ചെറിയ ക്ലെയിം പോലും ഇല്ലാത്ത വണ്ടികളാണ്. അങ്ങനത്തെ വണ്ടികളാണ്. അതെ. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലേക്ക് പോകാം അല്ലേക്കാ? പോവാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ വലിയ വണ്ടിയിൽ തന്നെ തുടങ്ങാം. ഫോർച്യൂണറാണ്. ഇവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാം ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ് അല്ലേ? അതെ, കേരള വണ്ടി. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 ഡിസംബർ 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. 22 ഡിസംബർ ലാസ്റ്റിലേക്ക് 4 വീൽ ഓട്ടോമാറ്റിക്. 22,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഒരു ആക്സിഡന്റോ ക്ലെയിമോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. സീറോ ക്ലെയിം വാഹനമാണ്. സ്ക്രാച്ച് പോലും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കിലോമീറ്ററും വളരെ അട്രാക്റ്റീവാണ്, ലോ കിലോമീറ്റർ ആണ് ഫോർച്യൂണറിനെ സംബന്ധിച്ച്. കൂടാതെ കമ്പനിയിൽ നിന്ന് ഒരു 3,70,000 രൂപേൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് കമ്പനി തന്നെ ചെയ്താണ്. ബില്ല് കയ്യിലുണ്ട്. അപ്പോൾ എടുത്തിട്ട് കുറച്ച് അഡീഷണൽ വർക്കൊക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായും പരിഗണിക്കാൻ പറ്റിയ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പിൽ. ഓക്കെ, ഫാൻസി നമ്പറാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എത്ര കൊടുക്കാം ഇത് നമുക്ക്? ഇത് 43,50 കൊടുക്കാം. 43.5 ലക്ഷം. ഒറിജിനൽ കേരള ഫോർച്യൂണർ 4 വീൽ ഓട്ടോമാറ്റിക്, 2022 മോഡൽ, 22,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. പ്രൈസ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും അതോ ഏകദേശം ഫൈനലാണോ പറയുന്നത്? ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ചെയ്യാം, ചെറിയ മാറ്റങ്ങൾ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും താല്പര്യമുള്ളവർ വിളിച്ചോളൂ. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത്രയും അഡീഷണൽ ഫിറ്റിംഗ്സും കയറിയിട്ടുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നോവ ക്രിസ്റ്റ അടുത്ത വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 സെഡ് ഓട്ടോമാറ്റിക്. 16 സെഡ് ഓട്ടോമാറ്റിക്, 65,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ ആണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ സ്ക്രാച്ചോ ആക്സിഡന്റോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ലാത്തൊരു സെഡ് ഓട്ടോമാറ്റിക് തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഒറിജിനൽ കേരള വണ്ടി, 65,000 കിലോമീറ്റർ മാത്രം. സാറിന് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ 1 ലാഖിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ പോയിട്ടുണ്ടാവും. ഏകദേശം 65,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കാണ്. സീറോ ക്ലെയിം വാഹനം. എത്ര കൊടുക്കാം നമുക്ക്? ഇത് ലാസ്റ്റ് 20 ലക്ഷത്തിന് കൊടുക്കാം. 20 ലക്ഷം. കേരള വണ്ടിയാണ്. 20 ലക്ഷത്തിന് 16 സെഡ് ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ലോണ് ഒരു 18 ലക്ഷമൊക്കെ കയറില്ലേ? ഒരു 17 ലക്ഷം വരെ കിട്ടും. 17 ലക്ഷം വരെ ലോൺ ചാൻസ് ഉണ്ട്. നേരത്തെ കണ്ട ഫോർച്യൂണറിനും ലോൺ കിട്ടുക. ഇതിനൊക്കെ നിങ്ങൾ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോണിൻ്റെ കാര്യത്തിൽ അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തതാ പ്രീമിയം സെഗ്മെൻ്റ് ആണ്. റേഞ്ച് റോവർ ഇവോക്ക്. ഒരു കോമ്പാക്ട് SUV പ്രീമിയത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടി അല്ലേ? ഓക്കെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 വണ്ടി ഇറങ്ങുന്നത്. 2018 മോഡലുള്ളൂ. 18 മോഡൽ. 27,000 കിലോമീറ്റർ ഓടിയുണ്ട്.
27,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് ലോ കിലോമീറ്റർ ആണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അധികം ലോ കിലോമീറ്റർ തന്നെയാണ്. ലോ കിലോമീറ്റർ ആണ്. റേഞ്ച് റോവർ ഇവോക്ക് ആണ്. ഇവോക്ക് ഏതാ ഓപ്ഷൻ? ഇത് HC ഡൈനാമിക് ആണ്. ഓക്കെ, ഒരു ക്ലെയിമില്ലല്ലോ? സീറോ ക്ലെയിം വാഹനമാണ്. ഇതിൻ്റെ കൂട്ടത്തിലൊരു ക്യൂട്ട് SUV ആണ് ഈ ഒരു സാധനം. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഒരു സർവീസ് കോസ്റ്റ് ഒക്കെ ഏകദേശം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇതിന് ഏകദേശം ഒരു 30,000 ഒക്കെ വരുമോ? 30,000. അതെ. റെഗുലർ സർവീസ് ആണ് പറയുന്നത്. ബാക്കി 30,000-35,000 വരെ വരും. ആ ഒരു റേഞ്ചിൽ ഏകദേശം സർവീസ് കോസ്റ്റ് ഒക്കെ കാണേണ്ടി വരും നമ്മൾ. ഇതിന് പൊതുവെ മൈലേജ് എങ്ങനെ കിട്ടും? ഇത് മൈലേജ് സാധാ ഓട്ടോമാറ്റിക്കിന് കിട്ടുന്ന അതേ മൈലേജ് കിട്ടും. ഒരു 10 കിലോമീറ്റർ മൈലേജ് കിട്ടും. 10-12 ഒക്കെ കിട്ടും. 12 വരെ കിട്ടും. 12 വരെ. ഓക്കെ, ഇതിനിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് 42 ലക്ഷം. അതെ. 18 മോഡൽ 20 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഡൈനാമിക് റേഞ്ച് റോവർ ഇവോക്ക്. 41 കിട്ടിയാൽ കൊടുക്കും ലാസ്റ്റ്. ഫൈനൽ 41 കൊടുക്കാം. 41 ലക്ഷത്തിന് ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഇതൊക്കെ മാക്സിമം ലോൺ കിട്ടണമെങ്കിൽ നമുക്ക് അതിനുള്ള പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വേണം. ഇതിന് ലോൺ ഏകദേശം ഒരു 30 ലക്ഷം വരെ ലോൺ കിട്ടും. 30 lakhs വരെ? 30 lakh വരെ കിട്ടും ലോൺ. ഓക്കെ, ഇതൊക്കെ ആദ്യമായിട്ടാണ് വീഡിയോ വെക്കുന്നത്. അതിൻ്റെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. കൂളായത് തോന്നും. അടുത്ത വണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ ചെറിയ സെഗ്മെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കിയയുടെ സോണറ്റ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. GT ലൈൻ, സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു ഫീച്ചറിസ്റ്റിക് കോമ്പാക്ട് SUV ആണ്. ഏതാ മോഡൽ കാര്യങ്ങൾ? 2022 മോഡലാണ്. 22 ആണ്. ഓക്കെ, അതെ. 29,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഏതാ, ഡീസലോ പെട്രോളോ? ഡീസൽ മാനുവല്. 22 ഡീസൽ 29,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്രയും കുറഞ്ഞ കിലോമീറ്റർ ആണ്. അതായത് പെട്രോൾ വണ്ടിയോടുന്ന ഓട്ടം 18-20 റേഞ്ച് മൈലേജ് കിട്ടില്ല. മാനുവൽ ആണെങ്കിൽ 20 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. അതാണ് എല്ലാ ഫീച്ചേഴ്സും, സൺറൂഫ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. 2022 മോഡൽ GT ലൈൻ ഡീസൽ. എത്ര കൂടുതൽ? ഇതിൽ 11,50 കൊടുക്കാം. 11.5 ലക്ഷത്തിന് മാനുവൽ GT ലൈൻ ഡീസലാണ്. 11.5 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. ഒരു 10-10 ലോൺ കയറൂല ഏകദേശം? ഒരു 10 വരെ ലോൺ കയറും. 10 ലക്ഷം വരെ ചാൻസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ഒരു 11 ലക്ഷത്തിന് കൊടുക്കാം. 11 ഫൈനലാണ്. ഫൈനലായിട്ട് 11 കൊടുക്കാം. 11 ലക്ഷം ഫൈനൽ റേറ്റ്. ഈ വണ്ടി ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ല, സീറോ ക്ലെയിം. ഇതിനൊക്കെ പക്ക സർവീസ് ഒക്കെ ഇല്ലേ? സർവീസ് ആണ്. എല്ലാ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ആണ്. വരുന്നവർക്ക് എടുത്തു കൊടുക്കാലോ. ഓക്കെ, അത്രേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. നിസാൻ മാഗ്നൈറ്റ് ആണ് അടുത്ത വാഹനം. ഇത് എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2022 ലാസ്റ്റ് വണ്ടിയാണ്. ഡിസംബർ ഫാൻസി നമ്പറാണ്. ഓക്കെ, 10,000 കിലോമീറ്റർ ഓടിയുള്ളൂ. വളരെ ലോ കിലോമീറ്റർ ആണ്. 3 വർഷം കൊണ്ട് വെറും 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ക്ലെയിമോ കാര്യങ്ങൾ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അതെ. ഓക്കെ, 10,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ടോപ്പിൻ്റെ ഇത് ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. മാനുവൽ, ഡീസൽ, പെട്രോൾ മാനുവൽ. അതെ, പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ. ഇതിൽ ഡീസൽ ഇല്ല. ഡീസൽ ഇല്ല. അപ്പോൾ പെട്രോൾ മാനുവൽ ടോപ്പ് എൻഡ് വാഹനമാണ്. ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും മാനുവലായതുകൊണ്ട്. ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. ലോ കിലോമീറ്റർ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 6,40 കൊടുക്കാം. 6,40,000 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2022 മോഡൽ. അപ്പോൾ താല്പര്യമുണ്ടെ വിളിച്ചോളൂ. ലോണും ഏകദേശം ഒരു 5-5.5 വരെ ഫൈനാൻസ് കിട്ടും. 5.5 വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെ വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനവും ഇതാ ഒരു കോമ്പാക്ട് SUV തന്നെ, ടൊയോട്ട അർബൻ ക്രൂയിസർ അല്ലേ? അതെ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. 40,000 കിലോമീറ്റർ ഓടിയുണ്ട്. 40,000 21 മോഡൽ. പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക്. ഓക്കെ, 4 വർഷം കൊണ്ട് നോർമൽ ഓട്ടാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ടോപ്പിൻ്റെ ഇത് ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. ഓക്കെ, ഇതിലും ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു ക്ലെയിമും ഇല്ല. സീറോ ക്ലെയിം. ഓക്കെ, അപ്പോൾ ടോപ്പ് എൻഡാണ്. 21 മോഡൽ. എത്ര കൊടുക്കുക ഇത്? ഇത് 9,50,000 കൊടുക്കാം. നമുക്ക് ഫൈനൽ ഏകദേശം പറയാൻ പറ്റുമോ? ഒരു 9,25 കൊടുക്കാം ഫൈനലായിട്ട്. 9,25,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റിന് 2021 മോഡൽ ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് അർബൻ ക്രൂയിസർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡ്രസ്സ് നോക്കുന്നവരുണ്ടെങ്കിലും വന്നോളൂ അല്ലേ? ഓട്ടോമാറ്റിക് ആണ് ടോപ്പ് എൻഡ് വണ്ടി. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിലും മാക്സിമം ലോൺ സൗകര്യം കിട്ടില്ല. ഇത് ഏകദേശം ഒരു 8 ലക്ഷം വരെ ഫൈനാൻസ് കിട്ടും. ചാൻസ് ഉണ്ട്. അതെ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. TKC കാസിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മളിതാ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കോഴിക്കോട് നരിക്കുനിയാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അതിലേക്ക് അയച്ചു തരുന്നതാണ് അല്ലേ? കൊടുക്കാം.
അപ്പോൾ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. ഇനി ഏതൊക്കെ കാറുകൾ ഇക്കാൻ്റെ അടുത്ത് ഇപ്പോൾ കാണിച്ച വണ്ടികൾ മാത്രമല്ല, ഒരുപാട് വണ്ടികളുണ്ട്. ഏതൊക്കെ കാറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനൊക്കെ വേണമെന്ന് വിളിച്ചു നോക്കിക്കോളൂ. ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്നുള്ള വീഡിയോ കാണിക്കാം. ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്നുള്ള പുള്ളി പറഞ്ഞു തരും. കാണിക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ പറയാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.